ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിന് ധനവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോട്ടയ്ക്കൽ നഗരസഭയിലെ 7ാം വാർഡിൽ പെൻഷൻ വാങ്ങുന്ന 42-ൽ 38 പേരും അനർഹരാണെന്നാണ് ഇപ്പോൾ പുതിയ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. BMW കാർ ഉള്ളവരും ആഡംബര വീടുകളുള്ളവരും പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ ഉണ്ട്. ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കിയതിൽ ഗുരുതരമായ ക്രമക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. ധനകാര്യ പരിശോധനാ വിഭാഗം സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. സംസ്ഥാന വ്യാപക പരിശോധന നടത്താനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിജിലൻസിന് അന്വേഷണം ചുമതല കൈമാറുവാനും ഇപ്പോൾ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, നേരത്തെ പുറത്തു വന്നതിനും അപ്പുറത്ത് വളരെ ഗുരുതരമാണ് എന്നുള്ള കണ്ടെത്തലാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ എന്താണ് വിജിലൻസിന് അന്വേഷണം കൈമാറുവാനുള്ള നിർദ്ദേശം വരാൻ കാരണം? മഞ്ജുഷ, അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ധനവകുപ്പ് ഇപ്പോൾ പുറത്തുവിടുന്നത്. മലപ്പുറത്തെ ധനകാര്യ പരിശോധനാ വിഭാഗത്തിൽ പരിശോധനയാണ്. കോട്ടയ്ക്കൽ നഗരസഭയിലെ 7ാം വാർഡിൽ 42 പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്. ഇതിൽ 38 പേരും അനർഹരാണ്. ഇതിൽ ചിലർക്ക് BMW കാറുള്ളവരുണ്ട്, ചിലരുടെ വീടിന്റെ തറ വിസ്തീർണം 2000 ചതുരശ്ര അടിയിൽ കൂടുതലുള്ളവരുണ്ട്, പലരുടെയും വീടുകളിൽ എയർ കണ്ടീഷണറുണ്ട്. അങ്ങനെ എന്തൊക്കെയാണോ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന നിബന്ധനകളുള്ളത് അതിന് പുറത്തുള്ളവരാണ് അവിടെ 38 പേർ. 42-ൽ 38 പേരും നഗരസഭയിലെ മുഴുവൻ ഗുണഭോക്തൃ പട്ടികയും പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ ക്ഷേമ പെൻഷൻ പട്ടികകളും പരിശോധിക്കാനും ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് മറ്റു പലയിടങ്ങളിൽ നടന്നുവെന്ന സൂചനകളും ധനവകുപ്പ് പുറത്തുവിടുന്നുണ്ട്. വിപുലമായ അന്വേഷണം, വിജിലൻസ് അന്വേഷണം തന്നെ വേണം. ഈ പെൻഷൻ പട്ടിക അംഗീകരിച്ചവർ, പെൻഷൻ നൽകിയവർ, അവർക്ക് അർഹതയുണ്ടെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർ തുടങ്ങി മുഴുവൻ പേർക്കെതിരെയും വിജിലൻസ് അന്വേഷണത്തിനാണ് ഇപ്പോൾ ധനവകുപ്പ് ശുപാർശ നൽകിയിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ തട്ടിപ്പ്. ആഡംബര ഭവനങ്ങളിൽ കഴിയുന്ന വലിയ സാമ്പത്തിക ശേഷിയുള്ളവരും ക്ഷേമ പെൻഷൻ 1600 രൂപ എന്ന ക്ഷേമ പെൻഷൻ പ്രതിമാസം വാങ്ങിയെടുക്കുന്നുണ്ട് എന്ന കണ്ടെത്തലാണ് ധനവകുപ്പ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ശരി, വളരെ ഗുരുതരമാണ് കാര്യങ്ങൾ. സർക്കാർ ജീവനക്കാർ മാത്രമല്ല, മറ്റുള്ളവരും ഈ തട്ടിപ്പിൽ പങ്കാളികളാണ്. അങ്ങനെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അനർഹരുടെ പട്ടിക നീളുകയാണ്. കോട്ടയ്ക്കലിലാണ് ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ അന്വേഷണം നടന്നത്. അതിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. എന്നാൽ ആരെങ്കിലും അനർഹമായ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നാണ് കോട്ടയ്ക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ പറഞ്ഞത്. നഗരസഭയ്ക്ക് ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. 5400ഓളം പെൻഷൻ ഗുണഭോക്താക്കൾ കോട്ടയ്ക്കൽ നഗരസഭാ പരിധിയിലുണ്ടെന്നും നഗരസഭാ അധ്യക്ഷ പറയുന്നുണ്ട്. എന്നാൽ ഒരു പരിശോധനാ റിപ്പോർട്ട് വന്നിരിക്കുന്നത് 7ാം വാർഡിൽ 42 ഗുണഭോക്താക്കളിൽ 38 പേരും അനർഹരാണെന്നാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷകളുടെ യോഗ്യതാ നിബന്ധനകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ സംഭവിച്ച വീഴ്ചയാണ് ഈ വൻ ക്രമക്കേടിന് വഴിവെച്ചിരിക്കുന്നത്. 2017-നും 2020-നും ഇടയ്ക്ക് 9021 പേർ ചട്ടവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായി CAG റിപ്പോർട്ടിലുണ്ടായിരുന്നു. യോഗ്യതയില്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്രമരഹിതമായി വിതരണം ചെയ്തതിലൂടെ സർക്കാർ ഖജനാവിന് വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഉപജീവനത്തിന് മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കാവൂ എന്നാണ് ചട്ടം. ഇതിന് സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ ഇങ്ങനെ: അപേക്ഷകൻ കേന്ദ്ര സർക്കാരിൽ നിന്നോ മറ്റ് സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ ശമ്പളം, പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ സ്വീകരിക്കുന്ന ആളായിരിക്കരുത്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച ആളായിരിക്കരുത്. പെൻഷൻ, കുടുംബ പെൻഷൻ തുടങ്ങിയവ സ്വീകരിക്കുന്ന ആളാകരുത്. ഇതിനു പുറമെ ആദായ നികുതിദായകനാകരുത് എന്നും സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ വ്യവസ്ഥകൾ ഇങ്ങനെയായിരിക്കെ സർക്കാർ ജീവനക്കാരോ സർവീസ് പെൻഷൻകാരോ താൽക്കാലിക ജീവനക്കാരോ ആണെന്ന വസ്തുത മറച്ചുവെച്ച് നിരവധി പേർ ക്രമരഹിതമായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായി അംഗീകാരം നേടി സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് CAG റിപ്പോർട്ടിലെ പരാമർശം. 2017-നും 2020-നും ഇടയിൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പട്ടിക സംബന്ധിച്ച ഡാറ്റയുമായി സേവന പെൻഷൻ സോഫ്റ്റ്വെയറിന്റെ ലഭ്യമാക്കിയ ഡാറ്റ താരതമ്യം ചെയ്തതിലൂടെ 9201 സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും ക്രമരഹിതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയതായാണ് കണ്ടെത്തൽ. ഇതിലൂടെ 39.27 കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് അനാവശ്യമായി ചെലവായത്. 2000 മുതലുള്ള ക്രമവിരുദ്ധമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കണക്കിലെടുക്കുകയാണെങ്കിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കടകംപള്ളി